ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സർവേയിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയ രാജാക്കന്മാരുടെ പുസ്തകമാണ് തുടരുന്നത്. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം 1 രാജാക്കന്മാർ പഠിക്കുവാനായിട്ട് നമ്മൾ ആരംഭിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തെ പഠന സൗകര്യത്തിനായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടാകും. ഞാൻ കംപ്ലീറ്റ് രാജാക്കന്മാരുടെ ലിസ്റ്റും രാജ്യത്തിൻ്റെ വിഭജനമൊക്കെ നിങ്ങളെ കൊണ്ട് ഇന്ന് പറയിപ്പിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പറയിപ്പിച്ചതായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലത് ഉറച്ചിരിപ്പുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങൾ ശലോമോൻ്റെ വാഴ്ചയുടെ കാലം, 40 കൊല്ലത്തെ വാഴ്ചയുടെ കാലമാണ്. പിന്നീടുള്ള 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ 80 വർഷത്തെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വിഭജിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ശലോമോന് ശേഷം സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളൊരിക്കലും മറന്നു പോകരുത്. വടക്ക് ഇസ്രായേൽ എന്നും തെക്ക് യഹൂദ എന്നും 2 രാജ്യങ്ങൾ. വടക്കുള്ള ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ, തെക്കുള്ള യഹൂദയിൽ 2 ഗോത്രങ്ങൾ. ഇസ്രായേലിൻ്റെ തലസ്ഥാനം ശമരിയ അല്ലെങ്കിൽ ശേഖേം, യഹൂദയുടെ തലസ്ഥാനം യെരുശലേം. ഇസ്രായേലിൽ 19 രാജാക്കന്മാർ 250 കൊല്ലം വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഭരണം നടത്തി. എന്നാൽ യഹൂദയിൽ 20 രാജാക്കന്മാർ ഒരൊറ്റ കുടുംബത്തിൽ നിന്ന്, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് 300 വർഷത്തോളം ഭരണം നടത്തുന്നു. ഈ 2 രാജ്യങ്ങളും അടിമത്തത്തിലേക്ക് പോകുന്നു. ഇസ്രായേൽ അശ്ശൂരിൻ്റെ അടിമത്തത്തിലേക്കും യഹൂദ ബാബിലോണിയ അടിമത്തത്തിലേക്കും പിന്നെ പേർഷ്യൻ ആധിപത്യത്തിലേക്കും. അതിൽ നിന്ന് മടങ്ങി വരുന്ന കാര്യമാണ് എസ്ര, നെഹമ്യ പുസ്തകങ്ങളിൽ പറയുന്നത്. മടങ്ങി വരാതിരുന്ന ആളുകൾക്ക് നേരിട്ട ഭീഷണിയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും ദൈവത്തിൽ നിന്ന് വന്ന് ജനത്തെ പ്രബോധിപ്പിച്ചത്. അതുകൊണ്ട് പ്രവചന പുസ്തകങ്ങളും കാവ്യ പുസ്തകങ്ങളും ഈ ചരിത്രത്തിനകത്ത് കയറിപ്പോകും. അത് കാലഘട്ടക്രമത്തിൽ വായിക്കുന്നതും പഠിക്കുന്നതും നല്ലതായിരിക്കും എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ആ തരത്തിൽ ഉത്സാഹത്തോടെ പഠിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ ഗ്രഹിക്കുവാൻ ആത്മാവ് നിങ്ങളെ കുറേ കൂടി സഹായിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിന്ന് 1 രാജാക്കന്മാർ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ശലോമോനെ പരിചയപ്പെടുന്നതിനായിട്ട് ശ്രമിക്കാം. ഈ അധ്യായങ്ങളിൽ ദാവീദിൻ്റെ പുത്രനും ദാവീദിൻ്റെ പിൻഗാമിയുമായ ശലോമോൻ രാജത്വത്തിലേക്ക് വരുന്ന കാര്യമാണ് കാണുന്നത്. ശലോമോൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം, ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ്. അതുപോലെ തന്നെ ദേവാലയ നിർമ്മിതിക്ക് ദൈവം ഉപയോഗിച്ച രാജാവ്. ഈ 2 കാര്യങ്ങൾ ശലോമോനെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കണം. ശലോമോൻ ജ്ഞാനിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ചില പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. അപ്പം 3 പുസ്തകങ്ങൾ എഴുതുവാൻ സങ്കീർത്തനങ്ങളും ശലോമോൻ്റെ സങ്കീർത്തനം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ചില പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു ദാസനാണ് ശലോമോൻ. ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവാണ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ പിൻഗാമിയാണ്. ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയായിട്ട് നിൻ്റെ ഗൃഹത്തിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുവാൻ ഉണ്ടാകാതിരിക്കുകയില്ല. അപ്പോൾ അത് തുടർന്നത് ശലോമോനിൽ കൂടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ശലോമോനെക്കുറിച്ച് പല ധാരണകളും ധാരണപ്പിശകുകളും ആളുകൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അവസാന കാലമായപ്പോഴേക്കും ശലോമോൻ അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ട് ശലോമോന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയെങ്കിലും ശലോമോൻ്റെ ഭാവി എന്ത് എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ശലോമോൻ്റെ ഭാവി എന്തുമാകട്ടെ, നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് ആശങ്ക ആവശ്യം എന്നുള്ള കാര്യം ഓർക്കുക. കർത്താവ് തന്നെയും പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയാനാണ് പറഞ്ഞത്. ശലോമോനെ ഓർത്ത് ഒത്തിരി കരയണ്ട. ശലോമോൻ്റെ ലൈഫ് കഴിഞ്ഞുപോയി. അദ്ദേഹം നമുക്കൊരു പ്രബോധനം തരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ശലോമോനിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളത് നമ്മളുടെ പഠന വിഷയമായിരിക്കും. വാട്ട് ഡു യു ലേൺ ഫ്രം സോളമൻ റാദർ ദാൻ ഇവാലുവേറ്റിംഗ് സോളമൻ. ശലോമോനെ വിലയിരുത്തുന്നതാണ് എളുപ്പം. വിലയിരുത്തുന്നതിനേക്കാൾ പ്രധാനം അദ്ദേഹം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ജ്ഞാനിയാണെങ്കിലും ദൈവത്തോട് അടുത്തിരുന്ന ആളാണെങ്കിലും ഒക്കെ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഏത് നേരത്തും പിശാച് ആർക്കും വേണമെങ്കിൽ ഇടർച്ച ചെയ്യാം. ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവമായി കൃത്യതയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കരങ്ങും വെച്ച്
ശ്രദ്ധാപൂർവം പോകേണ്ട ഒരു ജീവിതമാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുതെന്നും ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ ശലോമോൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആകുകയില്ല. അതുകൊണ്ട് അവസാനം പറയാതെ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങിക്കളയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശലോമോനെക്കുറിച്ച് പഠിക്കുവാൻ ഒരുക്കപ്പെട്ടു എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഒരുക്കമായിരുന്നു ഇത്രയും നേരം നിങ്ങൾ ഒരുങ്ങിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ശലോമോനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ശലോമോൻ രാജാവ് ആകണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? നമ്മൾ ഒരു കാര്യം തിരുത്തണം, അല്ലെങ്കിൽ ഒരു കാര്യം ശരിക്ക് കാണണം. ശൗലിന് ശേഷം ശൗലിൻ്റെ മക്കൾ രാജാക്കന്മാരാകാൻ ശ്രമിച്ചെങ്കിലും ദൈവം അത് അനുവദിച്ചില്ല. കാരണം ദൈവത്തിന് ബോധിച്ച ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദാവീദിന് ശേഷം വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരാളെ എടുക്കാതെ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ദാവീദിൻ്റെ മകൻ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ശൗലിൻ്റെ മോനും വേണ്ടതായിരുന്നു, ദാവീദിൻ്റെ മോനാകാമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന് നിങ്ങളാരും ചോദിച്ചില്ല. ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അങ്ങനെ ഒരു സംശയം നമ്മളുടെ ആരുടെയും മനസ്സിൽ വരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ശലോമോൻ രാജസ്ഥാനത്ത് വന്നതെന്നുള്ളത് ആദ്യം അറിയണം. 1 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അതായത് ചിലപ്പോൾ ഒക്കെ ഞാൻ തന്നെ ഇവിടെ നമുക്ക് ശേഷം മക്കൾ ആണോ വരേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മക്കൾ വന്നുകൂടായികയൊന്നുമില്ല എന്നും നമ്മൾ ചിന്തിച്ചിരിക്കണം. ദൈവം തിരഞ്ഞെടുത്ത ആർക്കും വരാം, അല്ലേ? ആളാരായിരിക്കണം? ദൈവം തിരഞ്ഞെടുത്ത ആളായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ശലോമോൻ്റെ തിരഞ്ഞെടുപ്പും വരവും എങ്ങനെയായിരുന്നു? 1 ദിനവൃത്താന്തം 22-ന്റെ 9-10 വാക്യങ്ങൾ. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവൻ്റെ പേര് ശാലോമോൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. അപ്പോൾ ഇത് ആരുടെ തീരുമാനമാണ്? ഇറ്റ്സ് ഗോഡ്സ് ഡിസിഷൻ, ഇറ്റ്സ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടം നിലനിൽക്കും, അതാർക്കും മാറ്റാനായിട്ട് കഴിയുകയില്ല. ശലോമോൻ രാജസ്ഥാനത്ത് വരണമെന്നും ആലയം പണിയണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായിരിക്കണമെന്നും ഒക്കെ ദൈവം തന്നെയാണ് തീരുമാനിച്ചത് എന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ദൈവത്താൽ തന്നെയാണ് ശലോമോൻ ഈ സ്ഥാനം ലഭിച്ചതെന്നുള്ളത് നമുക്ക് തിരിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ശേബയെ ചെന്ന് കണ്ട്, നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്ന് അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു. പറയുക എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു, ഞാൻ വാഴേണ്ടതിന് ഇസ്രായേൽ ഒക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞു, എൻ്റെ സഹോദരന് ആയിപ്പോയി, യഹോവയാൽ അത് അവന് ലഭിച്ചു. ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് വാക്യം മാത്രം, ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്തായിരുന്നു ലാസ്റ്റ് സെൻറ്റൻസ്? യഹോവയാൽ അതവന് ലഭിച്ചു. സോ ഹീ ഗോട്ട് ഇറ്റ് ഫ്രം ഗോഡ്. ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് സോളമൻ മസ്റ്റ് റൂൾ ആഫ്റ്റർ ഡേവിഡ്. ദാവീദിന് ശേഷം ഭരണസാരഥ്യത്തിലേക്ക് ശലോമോൻ വരണമെന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അതല്ലേ ഇപ്പം നമ്മൾ വായിച്ചത്? യഹോവയാൽ അതവന് ലഭിച്ചു. ആ സ്ഥാനം ശലോമോന് ലഭിച്ചത് ഇറ്റ് വാസ് ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ തീരുമാനം ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം അധികാരത്തിൽ വന്ന ശലോമോനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്ത് ആക്കിയതെന്നുള്ളത് 1-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. അതിന് ദൈവം ഉപയോഗിച്ച ആളുകളും. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്നും തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവൻ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. സോ സാദോക്ക് അനോയിൻറ്റഡ് ഹിം. സാദോക്ക് തൃക്കൂടാരം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടവുള്ള സ്ഥലത്ത് നിന്ന് അഭിഷേക തൈലം കൊണ്ടുവന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. ജനം രാജാവേ ജയ ജയ, ഗോഡ് സേവ് അവർ കിങ്, ഞങ്ങൾ രാജാവിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവരത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു, സാദോക്ക് പുരോഹിതൻ അഭിഷേകം ചെയ്തു, ജനം അംഗീകരിച്ചു, സന്തോഷിച്ചു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പും രാജത്വവും വന്നതെന്നുള്ള കാര്യം
ഓർക്കണം. എന്നിട്ട് ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഴ്ച ഉണ്ടായി എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 30, 39, 48 മാത്രം വായിക്കാം. 1:48. രാജാവ് തൻ്റെ കട്ടിന്മേൽ നമസ്കരിച്ചു. ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദോനിയാവിന്റെ വിരുന്നുകാർ ഒക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റു. മോളിലോർത്താൽ മതി, എൻ്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. അപ്പോൾ ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ശലോമോനെ സിംഹാസനത്തിൽ ഇരുത്തി അത് ദാവീദിന് കാണാനുള്ള അനുഗ്രഹവും ദൈവം കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം വ്യാപരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണണം. നമ്മളുടെ എല്ലാ നിയമനങ്ങളിലും ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ല എന്ന് പുതിയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഇറ്റ്സ് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ്. ദൈവത്തിൻ്റെ അധികാരമാണ്. ദൈവമാണ് ശലോമോനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദാവീദ് മരിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണാം. 1:48 നമ്മൾ ശലോമോൻ ദാവീദിന് പകരം രാജസ്ഥാനത്തേക്ക് വരുന്നതും ദാവീദ് സന്തോഷിക്കുന്നതുമായിട്ട് കണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, പിന്നെ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പം അടുത്ത രാജാവിനെ വാഴിച്ചതിന് ശേഷമാണ് ദാവീദ് തൻ്റെ പിതാക്കന്മാരോട് ചേരുന്നത്, നിദ്ര പ്രാപിക്കുന്നത്. ഓക്കെ. പിന്നെ നേരത്തെ തന്നെ ശലോമോൻ അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പരിശീലകൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പരിശീലിപ്പിക്കുവാനായിട്ട് ദൈവം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പരിശീലനത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയി ഈ സ്ഥാനത്ത് എത്തിയതെന്നുള്ളതും. ബിക്കോസ് ഗോഡ് ട്രെയിൻസ് ഗോഡ്സ് അനോയിൻറ്റഡ് ലീഡേഴ്സ്. ദൈവത്തിന് നേതൃത്വത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹമുള്ള ആളുകളെ ദൈവം നേരത്തെ തന്നെ എന്ത് ചെയ്യും? പരിശീലിപ്പിക്കും. അവരെ നേരത്തെ കണ്ടുപിടിച്ച് അവർക്ക് അഭിഷേകം കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് ദൈവം മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചേക്കും. തക്ക സമയമാകുമ്പോഴാണ് എടുത്ത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 24, 25 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു പരിശീലകൻ വന്ന് ഈ കുഞ്ഞിനെ ചെറുപ്പകാലം മുതൽ തന്നെ പരിശീലിപ്പിക്കുന്നതും അവന് പുതിയ പേര് കൊടുക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 24 and 25, 24, 25. യെസ്. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോട് കൂടെ ശയിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് ശലോമോൻ എന്ന് പേരിട്ടു. ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. അവന് ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യദിദ്യാവ് എന്ന് പേര് വിളിച്ചു. അപ്പം നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനു നിയോഗിച്ചു? പരിശീലിപ്പിക്കുവാൻ. ടു ട്രെയിൻ ഹിം. സോ ഹി വാസ് ട്രെയിൻഡ് ആൻഡ് നർച്ചേർഡ് അണ്ടർ എ പ്രോഫറ്റ്. ഒരു പ്രവാചകൻ്റെ കീഴിൽ പരിശീലനം സിദ്ധിച്ച ഒരു ആത്മീയ അവബോധമുള്ള പുരുഷനായിരുന്നു ആര്? ശലോമോൻ. അതുകൊണ്ടാണ് ഇനി നമ്മൾ ശലോമോൻ രാജസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ഒരു വരം ചോദിക്കാൻ പറയുന്നതും അതായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ശലോമോൻ താല്പര്യപ്പെടാൻ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ വളരെയധികം യാഗങ്ങൾ കഴിച്ചു. അപ്പോൾ യാഗം കഴിക്കാനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് കിട്ടിയ പരിശീലനം. രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവാചകനെ അയച്ച ദൈവം അവനെ പരിശീലിപ്പിച്ച് എടുത്തിരുന്നു. അങ്ങനെ നാഥാൻ പ്രവാചകൻ്റെ പരിശീലനത്തിന് കീഴിൽ നാഥാൻ പ്രവാചകൻ നമ്മുടെ ശലോമോൻ്റെ പിതാവായ ദാവീദിൻ്റെയും ഒരു പരിശീലകനായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലെങ്കിൽ ദാവീദിന് നാഥാൻ വരുന്നത് കണ്ടാൽ ഭയമാകും. എന്താ കാര്യം? എന്തെങ്കിലും കുഴപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ദൈവം പലപ്പോഴും ദാവീദിൻ്റെ തെറ്റുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് നിയോഗിച്ച പ്രവാചകനായിരുന്നു നാഥാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ദാവീദ് ഈ ആളെ തന്നെ എന്ത് ചെയ്തത്? തൻ്റെ മകനെ പരിശീലിപ്പിക്കാനായിട്ട്. കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ പറയുന്നത് എനിക്കോ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മോനെ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഞാൻ ആയതുപോലെ. പക്ഷേ ദാവീദ് തിരിച്ചാണ് ചിന്തിച്ചത്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എൻ്റെ മോനെങ്കിലും ചെയ്യാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ ഒരു ആത്മീയ പരിശീലനം അവന് കൊടുത്തു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് നാഥാനെ നിയോഗിച്ചത്. നിയോഗിച്ചു എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കണം.
എന്നിട്ട് അവൻ യഹോവയ്ക്ക് പ്രീതിയുള്ളവനായിരുന്നതുകൊണ്ട് അവനൊരു പേരും കൊടുത്തു. എന്തായിരുന്നു പേര്? യെദിദ്യാവ്. ഒരു പുതിയ പേരും കൊടുത്തു. അപ്പോൾ ശലോമോന് വേറൊരു പേരും കൂടെ ഉണ്ട്, യെദിദ്യാവ് എന്നാണ് പേര്. ആ പേരിൻ്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയപ്പെട്ടവൻ, ദ ബിലവഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് യെദിദ്യാവ് എന്നുള്ള പേരും കൊടുത്തത്. അപ്പോൾ രാജസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ശലോമോൻ രാജസ്ഥാനത്തിലേക്ക് എത്തിയ കാലം മുതലുള്ള കാര്യങ്ങളാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നും നമ്മൾ ദിനവൃത്താന്തത്തിൽ നിന്നും ശാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നുമൊക്കെ പെറുക്കി കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ രാജസ്ഥാനത്തേക്ക് വന്നയാൾ പരിശീലിപ്പിക്കപ്പെട്ട ആളും അതിനുള്ള യോഗ്യത, ആത്മീയമായിട്ടുള്ള യോഗ്യത ഉള്ള ആളുമായിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്കിനി രാജാക്കന്മാരുടെ പുസ്തകം ഏതാണെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദാവീദ് മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നല്ലോ. വായിച്ച ഓർമ്മയുണ്ടോ? ദാവീദ് 2:10 എന്താ വായിച്ചത്? പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ ഇനി ദാവീദിനെ കാണാനില്ല, ഇനി നമ്മൾ കാണുന്നത് ആരെയാണ്? ശലോമോനെയാണ്. ദാവീദിനെ ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കും, പക്ഷെ പുസ്തകത്തിൽ ചരിത്രത്തിൽ പിക്ചറിൽ ഇപ്പോൾ ആരില്ല. നോ മോർ ഡേവിഡ് ബട്ട് വി സി സോളമൻ. ദാവീദല്ല, ശലോമോനെയാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ശലോമോൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് താൻ രാജസ്ഥാനത്തേക്ക് വന്ന സമയത്ത് തന്നെ താൻ ഒരു ബാലനാണെന്നും തനിക്ക് കാര്യാദികൾ നടത്തുവാനായിട്ട് പ്രാപ്തിയില്ലെന്നും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഇല്ലെങ്കിൽ തനിക്ക് ഈ വലിയ ഭാരം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്നുള്ളൊരു വിനയബുദ്ധിയും ദൈവത്തിലുള്ളൊരു ആശ്രയത്വവും ഉണ്ടായിരുന്നു എന്നുള്ളത് ക്ലിയർ. അതുകൊണ്ട് 3:7 വായിച്ചാൽ, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ സോളമൻസ് പ്രയർ ഫോർ വിസ്ഡം എന്നായിരിക്കും പുസ്തകത്തിലൊക്കെ സബ് ടൈറ്റിലിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം വീണ്ടും നിങ്ങൾ നോക്കിയാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. എത്ര ഹോമയാഗം? 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. ഞാനിതൊരു സ്ഥലത്ത് പഠിപ്പിച്ചപ്പോൾ അന്നേരത്തെ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചു, ദൈവം എനിക്കും പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. പ്രത്യക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞൊരു 1000 ഹോമയാഗം കഴിച്ചു നോക്കാൻ പറഞ്ഞു. 1000 ഹോമയാഗം കഴിച്ചു നോക്കിയാൽ, കാരണം ഇവിടെ ശലോമോന് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? 1000 സ്തോത്രയാഗം അർപ്പിച്ചാലും മതി. അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലമെന്ന ആരെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ? 1000 എണ്ണം ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവുമോ? എല്ലാം കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ 1000 എണ്ണം വരുമോ എന്നൊരു സംശയമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രത്യേക സന്ദർഭത്തിൽ തന്നെ ശലോമോൻ എന്ത് ചെയ്തു? 1000 ഹോമയാഗം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ തന്നെ അർപ്പിക്കണമെന്നും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഴമായ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ പോയി ദൈവം പ്രത്യക്ഷപ്പെടണം. നമ്മൾ രാവിലെ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവത്തെ അന്വേഷിച്ചാൽ, അപ്പോൾ അവൻ വാസ്തവത്തിൽ വാട്ട് വാസ് ഹി ഡൂയിങ്? ഹി വാസ് സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ്. അവൻ ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊരു ബോധം ഉണ്ടായിരുന്നു? നമുക്ക് ഇന്ന് രാത്രി എങ്ങാണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരം വേണം ചോദിച്ചോളുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 2 ദിവസം സമയം വേണം, ആലോചിക്കാനുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വല്ലാണെങ്കിൽ പറയും ഡാഡിയോടും കൂടെ ചോദിച്ചിട്ട് നാളെ പറയാം. ഭാര്യയാണെങ്കിൽ പറയും ഭർത്താവിനോടും കൂടെ, ഭർത്താവാണെങ്കിൽ പറയും ഞങ്ങൾക്ക് ഒരുമിച്ച് ആലോചിക്കാനുണ്ട്. ശലോമോൻ ഈ ഗതികേട് വല്ലതും ഉണ്ടായോ? പ്ലീസ് തിങ്ക്. എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ് യാഗം കഴിച്ചതെന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് വളരെ ക്ലിയർ ആയിരുന്നോ? ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പൊതുവെ ധരിച്ച് വെച്ചിരിക്കുന്നത് ചുമ്മാതെ ഒരു ദിവസം രാവിലെ ദൈവം ശലോമോൻ അങ്ങനെയാണോ? അപ്പോൾ ആ ധാരണകളൊക്കെ തന്നെ മാറണം. ഇതിനൊരു പാരലൽ പാസേജ് ഉണ്ട്. ഇതേ സംഭവം നമ്മൾ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വായിക്കണ്ട, എവിടെയെങ്കിലും കുറിച്ചിട്ടാൽ മതി. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ
7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ. ഈ 2 പാസേജും കൂടെ എടുത്തു വെച്ച് വായിച്ചാൽ ഈ രണ്ടും ഒരേ കാരണം ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെ വേറൊരു ആംഗിളിൽ നിന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഫോക്കസിലിരിക്കുന്നത് ത്രോണാണെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഫോക്കസിലിരിക്കുന്നത് ആലയമാണ്. അപ്പോൾ ആലയബന്ധിതമായിട്ട് കാര്യങ്ങൾ അവിടെ പറയുന്നേ ഉള്ളൂ. ഈ സംഭവം ഒരു കീ ഇവൻ്റ് ആയതുകൊണ്ട്, ശലോമോൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ആയതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലും ഉണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഉണ്ട്. അത് എവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ശലോമോൻ ദൈവത്തെ അന്വേഷിച്ചു, ദൈവമുഖം അവൻ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ ആലോചന അന്വേഷിച്ചു എന്നുള്ള കാര്യമെങ്കിലും അറിയണം. 1000 ഹോമയാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന് ദൈവത്തിൻ്റെ ആലോചന വേണം. ദൈവം ഉത്തരം അരുളുന്നത് വരെ, ദൈവം എനിക്ക് ദൈവത്തിൻ്റെ ആലോചന തരുന്നത് വരെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് അപ്പനിൽ നിന്ന് പഠിച്ചതായിരിക്കും ചിലപ്പം. കാരണം ശലോമോൻ്റെ പിതാവായ ദാവീദ് പറയുന്നുണ്ട് അല്ലേ, അവൻ്റെ മനോഹരത്വം കാണുന്നത് വരെ ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല. ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആലയത്തിൽ അവൻ്റെ ഒരു ദാസനായിട്ട് ഇരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ ഈ ആഗ്രഹം വെളിപ്പെട്ട് വരുന്നത് കാണാൻ സാധിക്കും. മകനിലും ഈ അപ്പനെ കണ്ട, അപ്പൻ്റെ രീതികൾ കണ്ട മകനിലും, മകനെ പുരോഹിതനാക്കിയത് നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മക്കളെല്ലാം പുരോഹിതന്മാരാക്കാൻ ദാവീദ് ആഗ്രഹിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു പരിശീലനത്തിൽ കൂടി കടന്നു വന്നതുകൊണ്ട് ദൈവമുഖം ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ മുമ്പിൽ തന്നെ രാജാവാക്കിയപ്പോൾ കിട്ടിപ്പോയി എന്നല്ല വിചാരിച്ചത്. പലരുമാണ് വിചാരിച്ചതിനേയും ഞാൻ എത്ര നാളായി അപ്പനൊന്ന് മരിച്ചിട്ട് ഈ കസേര എന്ന് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും മരിച്ചു, പ്രൈസ് ദി ലോർഡ്, ഈസ് മൈ ടേൺ എന്ന് ചിന്തിച്ചേനെ. പക്ഷെ ശലോമോൻ അങ്ങനെ അല്ല ചിന്തിച്ചത്. അവിടെയൊക്കെ നമ്മൾ ശലോമോനെ കാണണം. അദ്ദേഹം ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. ദൈവം തീർച്ചയായിട്ടും വെളിപ്പെട്ടിട്ട് ചോദിച്ചു, എന്ത് കാര്യത്തിലാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? 6-ാം വാക്യം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പിൽ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ കോണ്ടെക്സ്റ്റ്? അവൻ്റെ മനസ്സിലിരിക്കുന്ന ചിന്ത വെളിപ്പെട്ട് വരുന്നില്ലേ? വരം വേണമെന്ന് ചോദിച്ച ഉടനെ ഇന്ന വരം വേണമെന്നും അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിന്റെ ദാസനായ ദാവീദ് അവൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥത്തോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നു, അതുകൊണ്ട് നീ അവന് വലിയ കൃപ ചെയ്തു. ആ കൃപയ്ക്ക് സോ വാട്ട് ഐ ആം നൗ ഈസ് ബൈ ഗ്രേസ്. ഇപ്പം ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു കൃപാവരമാണ്. ഈ രാജാവായിട്ട് എന്നെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ കൃപാവരമാണെന്ന്. ഒരു കൃപാവരം ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദാനം എനിക്ക് നൽകിയിരിക്കുകയാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട്, എത്ര പത്രോസ് പറയുന്നത് പോലെ, വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ എനിക്ക് തന്ന ഈ കൃപ ഏത് തരത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല. ഞാനൊരു ബാലനാണ്. അടുത്ത വാക്യം, 7-ാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനൊരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായി നിന്റെ ജനത്തിന്റെ മധ്യ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഈ കാര്യം ശലോമോൻ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്നാണ് അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത്. അവൻ ചോദിച്ച ചോദ്യം കർത്താവിന് പ്രസാദമായി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കർത്താവും ഇത് തന്നെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരു സദൃശ്യവാക്യം ആരെക്കൊണ്ട് എഴുതിക്കണം, ഒരു സഭാപ്രസംഗി ആരെക്കൊണ്ട് എഴുതിക്കണം, ഉത്തമഗീതം ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന പുസ്തകമാണ്. അതിൽ ആലോചനകളും ആശയങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പേന മാത്രം മതിയായിരുന്നു. അപ്പോൾ ഏത് പേന കൊണ്ട് ഉത്തമഗീതം എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഇവിടെ ഒരു പേന റെഡിയായിരിക്കുകയാണ്. ആ പേനയുടെ പേരാണ് ശലോമോൻ. അപ്പോൾ ശലോമോൻ ഈ കാര്യം ചോദിച്ചത് ദൈവത്തിന് സന്തോഷമായി, പ്രസാദമായി. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ശലോമോൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ബാലനാണ്, എനിക്കൊന്നും അറിയില്ല, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് അറിയാൻ പാടില്ല.
അങ്ങനെയാണെങ്കിൽ എന്താ ശലോമോൻ ചോദിച്ചത്? നിങ്ങളിപ്പോൾ ജ്ഞാനം വിവേകം എന്ന് പറയും എന്നെനിക്കറിയാം, അത് പറയാതിരിക്കാൻ ഞാൻ ഇടപെട്ടതാ. എന്താ ശലോമോൻ ചോദിച്ചത്? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരണം. ഐ ഡോണ്ട് നോ, പ്ലീസ് ടെൽ മീ ലോഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ഈ ജ്ഞാനം വിവേകം എന്നുള്ളതിന് ചില പരിഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗിവ് മീ എ ഹിയറിംഗ് ഹാർട്ട്, ഗിവ് മീ എ ഹിയറിംഗ് ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് 2 ചെവി വെച്ച് പിടിപ്പിക്കണമേ. മറ്റേതിപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റ ശാസ്ത്രം പറയാനിരിക്കുകയാണ്. ജ്ഞാനവും വിവേകവും. എന്താണ് ഈ ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ? ദൈവം പറയുന്നത് കേൾക്കാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം. നമ്മുടെ എല്ലാം വ്യഗ്രത എന്താണ്? ദൈവത്തോട് എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവം ഒന്ന് കേൾക്കണം, അല്ലേ? എന്നെ പിടിച്ച് ഈ രാജസ്ഥാനത്തിരുത്തി ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാം, നീ അതിനെയൊക്കെ അനുഗ്രഹിച്ച്. നിങ്ങളിപ്പോൾ എന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു, അല്ലേ? നമ്മുടെ ഒരു സ്റ്റാൻഡ് പലപ്പോഴും അങ്ങനെയാണ്. ഇതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനി പോരെങ്കിൽ മന്ത്രിസഭയുണ്ട്, അവർ ബഡ്ജറ്റൊക്കെ അടുത്ത ആഴ്ച അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഞങ്ങൾ ആലോചിച്ച് പറയാം. കർത്താവ് എന്ത് ചെയ്യണം? ഞങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് ഒരു മൗന പ്രാർത്ഥനയും ഒരു ഉറക്ക പ്രാർത്ഥനയും കാണും. ദൈവം അതിനെ അനുഗ്രഹിച്ച് നടപടിയാക്കി തരണം, അല്ലേ? GST ഏർപ്പെടുത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഞങ്ങൾ തീരുമാനിച്ച് അങ്ങോട്ട് പറയാം, അതിങ്ങോട്ട് ശരിയാക്കി തരണം. ഇങ്ങനെയല്ലേ പറയാറ്? എനിക്കങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ശലോമോൻ പറയുന്നത് അങ്ങനെയല്ല. കർത്താവെ, ഞാൻ ഒരു പയ്യൻസാണ്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നാട്ടുഭാഷയെ പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. വല്ലതൊക്കെ പറഞ്ഞു തന്നാൽ അതുപോലെയൊക്കെ ഞാൻ ചെയ്തോളാം. അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. മനസ്സിൽ ദൈവത്തെ ഉപദേശിക്കാൻ നിൽക്കുന്നില്ല, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറായി. ഹിയറിംഗ് ഹാർട്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. ജ്ഞാനവും വിവേകമുള്ള ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ദൈവം പറയുന്നത് കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു, അതാണല്ലോ ഈ 1000 ഹോമയാഗമൊക്കെ അർപ്പിച്ചത്. ദൈവം പറഞ്ഞിട്ട് വേണം, ദൈവാലോചന കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് തുടങ്ങാൻ. അല്ലാതെ എനിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ പരിശീലകൻ നാഥാൻ അവിടെയുണ്ട്, അല്ലേ? എന്നെ അഭിഷേകം ചെയ്ത സാധോക്ക് അങ്ങേപ്പുറത്തുണ്ട്. ആലോചന വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ ആരവിടെ? രാജാവാണ്. ആരവിടെയെന്ന് ചോദിച്ചപ്പം സാധോക്ക് അല്ലെങ്കിൽ ഒരു പടൻ പ്രവേശിക്കുന്നു. നാഥാൻ എവിടെ? നാഥാൻ വരികയല്ലേ? വരും. ഈ കാര്യത്തിൽ ദൈവാലോചന എന്താണെന്ന് ചോദിച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ തല നാളെ കാണുകയല്ല എന്ന് പറഞ്ഞാൽ രാജാവാണ്. പിന്നെ ഇനി അങ്ങനെ പറഞ്ഞതിൽ വല്ല തെറ്റുപറ്റിപ്പോയെങ്കിൽ സാധോക്ക് എവിടെ? പകരം ഒരു പ്രായശ്ചിത്ത യാഗം കഴിച്ചേരെ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയല്ലേ? അങ്ങനെ അധികാരം കൈയാളാൻ ശലോമോൻ തുനിയുന്നില്ല. അവിടെയാണ് നമ്മൾ ശലോമോനെ കാണേണ്ടത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സദൃശം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി താഴ്ന്നിറങ്ങി വരുന്ന യേശുക്രിസ്തുവിൻ്റെ താഴ്മ ഈ ഹൃദയത്തിലും വ്യാപരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതും പറഞ്ഞു കേൾപ്പിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ ഇല്ല. ഈ ഒരു വിനയത്തോടെ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അത് വളരെ ഇഷ്ടപ്പെടുന്നു. ദൈവം അവന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനായിട്ട് തുടങ്ങി. ഇനി ബാക്കി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവാലോചന അനുസരിച്ച് രാജ്യം ഭരിക്കുവാൻ ഒരു വിനയബുദ്ധിയുള്ള ഹൃദയം ശലോമോന് ഉണ്ടായി. അത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ദൈവം ചോദിച്ചാൽ വല്ലതൊക്കെ തരുമോ? നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തരുമെന്നേ നിങ്ങൾ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ കൊണ്ട് തെറ്റൊന്നും പറയിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ്. യഹോവയ്ക്കായി കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. അതൊക്കെ അപ്പനിൽ നിന്ന് മോൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാക്ടിക്കലി നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നാം എന്താ സാധാരണ ചെയ്യാറ്? യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13, 15, 17 വാക്യങ്ങൾ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അപ്പോൾ നമുക്കും ശലോമോന്മാരാകാൻ സാധിക്കും. എന്ത് ചെയ്യണം? 15-ാം വാക്യം. അത് ഉയരത്തിൽ നിന്നുള്ള വരുന്ന ജ്ഞാനമല്ല. വായിച്ചോ.
ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. അപ്പൊ രണ്ട് തരം വിസ്ഡം അവൈലബിൾ ഇൻ ദ വേൾഡ് അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ രണ്ട് തരം ജ്ഞാനം ലഭ്യമാണ്. ഒന്ന് ഉയരത്തിൽ നിന്ന് വരുന്നത് ഫ്രം ഗോഡ്, മറ്റേത് ഭൗമികം, പ്രാകൃതം, പൈശാചികം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രായമുള്ളവരോട്, അറിവുള്ളവരോട്, അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി, ഇൻ്റർനെറ്റിനോട് അല്ല. ഇപ്പോൾ നമുക്ക് ഏത് കാര്യം അറിയണമെങ്കിലും ആരോട് ചോദിച്ചാൽ മതി? ഒരു തോണ്ട് കൊടുത്താൽ മതി. ടച്ച് സ്ക്രീൻ എടുത്ത് ഒരു തോണ്ട് കൊടുത്താൽ ഏത് കാര്യത്തെക്കുറിച്ചും. നിങ്ങൾക്ക് ഇൻ്റർനെറ്റും ടച്ച് സ്ക്രീനും ഒന്നും ഇല്ലാത്ത ആളിലാന്ന് തോന്നിയിരിക്കുന്നത് കണ്ടിട്ട്. നമുക്ക് ഏത് കാര്യത്തിൻ്റെ സംശയ നിവാരണത്തിനും ഇപ്പം ഞാനീ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ 1000 തരത്തിൽ അറിയണമെങ്കിൽ എങ്ങോട്ട് പോയാൽ മതി? നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും മെനക്കെട്ട് ദൈവത്തോട് ചോദിക്കാൻ പോയി എപ്പോൾ എന്ന് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? ഇനി 1000 ഹോമിയോ കഴിച്ച് ഉത്തരം കിട്ടുന്ന കാലത്തേക്ക് ചിലപ്പോൾ പ്രശ്നം തീർന്നിരിക്കും. അതുകൊണ്ട് 2 ടച്ച് സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത്, അത് പ്രാകൃതം, പൈശാചികം, ഭൗമികം, 3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ജ്ഞാനം ഇറ്റ് ഈസ് എർത്ത്ലി, ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് ഇറ്റ് ഈസ് ഡബിളിഷ്. അപ്പം അങ്ങനെ ഒരു ജ്ഞാനത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ബട്ട് ദർ ഈസ് അനദർ വിസ്ഡം വിച്ച് ഈസ് കമ്മിങ് ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. 17-ാം വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പൊ മറ്റേത് ഇതെല്ലാം ഉള്ളതാണെന്നും കൂടി വിചാരിച്ചോളൂ. ഏതാ? ഭൗമികം, പ്രാകൃതം, പൈശാചികം. അപ്പം നോർമലി പീപ്പിൾ ട്രസ്റ്റ് ഓൺ എർത്ത്ലി വിസ്ഡം, കാരണം ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നാച്ചുറൽ വിസ്ഡം ആൻഡ് അത് രണ്ടും വലിച്ചില്ലെങ്കിൽ ഒക്കൾട്ട്, കൂടോത്രം, മന്ത്രവാദം, അതിനൊന്നും പോകരുതെന്ന് ദൈവം ഈ ജനത്തെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിൽ വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലും അതിൻ്റെ പിന്നിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? എന്തുപയോഗിക്കുന്നുണ്ട്? ഒക്കൾട്ട് പവേഴ്സ്. അതാണ് ഈ പറഞ്ഞത്. നാച്ചുറൽ, സ്വാഭാവികമായിട്ടുള്ളത്, എർത്ത്ലി, ഭൗമികമായിട്ടുള്ളത്, ആൻഡ് ഈവൻ ഡെവിളിഷ്, പൈശാചികം. എന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അല്ല മറ്റേതുള്ളത് കൊണ്ടാണ് ഇതുണ്ടായത്. പിശാചാരാണ്, അനുകരണ വീരനാണ്. ഉയരത്തിൽ നിന്ന് ജ്ഞാനം വരുന്നത് കൊണ്ട് ഇങ്ങേരിപ്പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഉയരത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. പക്ഷെ ഹൈറ്റ് കുറവുണ്ട് കേട്ടോ. ഹൈറ്റ് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇഫ് യു ലിഫ്റ്റ് യുവർ ഐസ് അപ്പ്, തീർച്ചയായിട്ടും അവൻ എനിക്ക് ഉയരത്തിൽ നിന്ന് ഉത്തരമരുളും. യഹോവയെ കാത്തിരുന്ന ഒരുത്തനും. അപ്പോൾ നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഏത് കാര്യത്തിൻ്റെയും മുമ്പിൽ വേണം. അത് ശലോമോൻ ചോദിച്ചതാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതെന്താണെങ്കിലും ഞാൻ അനുസരിച്ചോളാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശലോമോൻ്റെ സ്പെയർ ടൈമൊക്കെ ആരുമായിട്ട് ചിലവഴിച്ച് കാണും? ശലോമോൻ ഒത്തിരി ടൈം സ്പെയർ കിട്ടി കാണും. ആ ടൈമൊക്കെ ആരുമായിട്ട് ചിലവഴിച്ച് കാണും? ഈ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഗോഡ്. നമുക്കും കൊള്ളാവുന്ന ഒരു നല്ല എക്സാമ്പിളാണ്. നമ്മുടെ സമയത്തിൻ്റെ ഒരു നല്ല ഭാഗം ആരുമായിട്ട് ചിലവഴിക്കണം? ടി വി കണ്ടും ഇൻ്റർനെറ്റിൽ കയറിയും പിള്ളേരുടെ കൂടെ കളിച്ചും സ്ഥലങ്ങൾ കണ്ടും ഒക്കെ കളയുന്നതിനേക്കാൾ എവിടെ പോകണം? യു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. അത് ഏറ്റവും മനോഹരമായ സമയമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ മാധുര്യം അറിയാം. കർത്താവുമായിട്ട് ഞാനൊരു മധുര സമ്പർക്കത്തിൽ ഏർപ്പെട്ടു അല്ലേ? അങ്ങനെ മധുര സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേലിനൊരു മധുര ഗായകനുണ്ടായത് അല്ലേ? ഒരു മധുര സമ്പർക്കം, ഞാൻ അവനുമായി മധുര സമ്പർക്കം ചെയ്ത് ദേവാലയത്തിൽ കടന്നത് ഞാൻ ഓർക്കുന്നു. അവിടെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മധുര ഗാനം ദൈവാവിൻ്റെ ഹൃദയത്തിൽ. എന്നിട്ട് ദാവീദ് പറയാണ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുപുസ്തകം നോക്കി പാടുന്നു, ഞാൻ അവന് ഒരു പുതിയ പാട്ട് പാടുന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. അല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നമ്മൾ വായിക്കുന്നത് ജയിച്ചവർ കുഞ്ഞാടിൻ്റെ മുമ്പിൽ വീണകൾ പിടിച്ചുകൊണ്ട് എന്ത് പാട്ട് പാടി? പുതിയ പാട്ട് പാടി. പഴയ പാട്ടല്ല, അവരൊരു പുതിയ പാട്ട് പാടി, അവരൊരു ജീവനുള്ള പാട്ട് പാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശലോമോൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനായിട്ട് കാത്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ ടു വെയിറ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ചിലപ്പോൾ ആഹാരം കഴിക്കാൻ കാണുകയല്ല, പക്ഷേ നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ ഒരു ഏലിയാവിനെ കാണുന്നുണ്ട്. അവൻ ദൈവത്തിന് ആലോചനയ്ക്കായിട്ട് നിന്നതുകൊണ്ട് അവൻ മഴയുടെ കാര്യം പറയാൻ രഥത്തിൻ്റെ മുമ്പിൽ ഓടി.
എത്ര ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഹി ഡിഡ് നോട്ട് ഈറ്റ് ഫോർ സെവറൽ ഡേയ്സ് അല്ലേ, ബട്ട് ഹി വാസ് ഏബിൾ ടു റൺ ബിഫോർ ദ ചാരിയറ്റ്. ഒരു കുതിരയുടെ മുമ്പിൽ മത്സരിച്ച് ഓടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ശക്തി വേണം? അത് തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുവാൻ, അവൻ്റെ ആലോചന നമ്മളിലേക്ക് വരുവാൻ നാം കാത്തിരിക്കണം. ശലോമോൻ അങ്ങനെ കാത്തിരുന്നതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി എന്നാണ് നമ്മൾ വായിച്ചത്.